സീതാറാം യെച്ചൂരിയുടെ സമര പോരാട്ടങ്ങളും ഓർമ്മകളും അടയാളപ്പെടുത്തി യുവതര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. യെച്ചൂരിയെ ഓർക്കുമ്പോൾ എന്ന സെക്ഷനിൽ MA ബേബിയും പ്രമുഖ ഫോട്ടോഗ്രാഫറും യെച്ചൂരിയുടെ സുഹൃത്തുമായിരുന്ന റാം റഹ്മാനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. അകത്തേക്കൊരാളെ വിടാതെ പുറത്തേക്കൊരാളെ വിടാതെ ജമ്മു കാശ്മീരിനെ ഒരു സംസ്ഥാനത്തെ വീട്ടുതടങ്കിൽ വെച്ച മോഡി ഗവൺമെന്റിന്റെ ആ വിധിയെ ഭേദിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ജമ്മു കാശ്മീരിലേക്ക് ആദ്യം കടന്നു എന്നത് സീതാറാം യെച്ചൂരിയാണ്. അത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. നിഷ്പക്ഷതയോ നീതിയുടെ പക്ഷമോ എന്ന വിഷയത്തിൽ നടന്ന സംവാദവും ശ്രദ്ധേയമായി. കൈരളി ന്യൂസ് ഡയറക്ടർ ശരത് ചന്ദ്രൻ, മാധ്യമപ്രവർത്തകരായ അഭിലാഷ് മോഹൻ, അപർണ കുറുപ്പ് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. ഞാനും അഭിലാഷും ഒന്നിച്ച് കൈരളിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും അപർണയും ഒന്നിച്ച്, അപർണ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു മാധ്യമത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും പ്രവർത്തിക്കുന്നത് നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ കൂടി മനസ്സിലാക്കിയാണ് ഞാൻ കൈരളിയുടെ വാർത്താ വിഭാഗത്തിലേക്ക് വീണ്ടും വന്നതും അതിൻ്റെ ചുമതലയുമായി മുന്നോട്ട് പോകുന്നതും. ഞങ്ങൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഈ കാലത്ത് ഒട്ടേറെ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ കേരളത്തിൽ കൈരളി എന്ന വാർത്താ സംവിധാനം നിലനിൽക്കുമ്പോഴും ഇവരോട് ഞങ്ങൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിൽ 4 ദിവസമായി നടക്കുന്ന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.